ഹലോ ഫ്രണ്ട്സ്, ഫുട്ബോളിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തു, പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാരണം അത് വരാനുള്ള കാരണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ അർജൻറ്റീനയായിട്ടുള്ള ഫൈനൽ കഴിഞ്ഞു. അപ്പോൾ കളി നമ്മൾ തോറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ച് കാര്യങ്ങളിരുന്ന് നമ്മൾ വീട്ടിൽ കിടക്കാനുള്ള നേരിട്ട് പോയപ്പോൾ എനിക്ക് കുറച്ച് കോളുകളൊന്നും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കോള് വരുന്നതിന് മുമ്പ് ഇത്രയും ദിവസം മിണ്ടാതിരുന്ന അണ്ണാക്കിലിട്ട് വിരലിട്ട് കുത്തിയിട്ട് പോലും മിണ്ടാണ്ടിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 4 വിരൽ വായിൽ തിരികെ വെച്ച് ഒളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്നലെ ആ കളിയുടെ ഇത് കഴിഞ്ഞ് അർജന്റീന തോറ്റു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെസ്സിയുടെ ടീം തോറ്റു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. അതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അവരുടെ ചിന്താഗതി എന്ന് ആലോചിക്കുക. അവരെ തോപ്പിച്ച ടീമിന് വരെ, ഈ പോർച്ചുഗലിൻ്റെ ടീമിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കളിയിൽ നിന്ന് ഔട്ടാക്കിയ സ്പെയിനെ വരെ അവർ കൂട്ടുപിടിച്ചു എന്നുള്ളതാ. കാരണം അപ്പാപ്പ കണ്ടോനാ അപ്പാന്ന് വിളിക്കുക. അതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ സംസാരിച്ച് കൂട്ടുകാരന്മാരെല്ലാവരും വിളിച്ച് നമ്മളെ വെല്ലുവിളിയും കാര്യങ്ങളും ഒക്കെ ആയിക്കോട്ടെ, വെല്ലുവിളിച്ചോട്ടെ, ഇത് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി നമ്മളെല്ലാവരും എടുക്കണം. അതങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തർക്കങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാൻ അവരോട് പറഞ്ഞേ, നിങ്ങൾ ഈ കിടന്ന് മസിൽ പിടിക്കേണ്ട ആവശ്യമില്ലെന്ന്, ഞങ്ങൾക്ക് 2ാം സ്ഥാനം ഉണ്ടെന്ന് പറയാണ് ഞാൻ അവരുടെ അടുത്ത്. ഈ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് 2ാം സ്ഥാനത്തിനൊന്നും കിട്ടാനില്ല എന്ന് പറയണേ. 2ാം സ്ഥാനത്തിനൊന്നും കിട്ടാനില്ല എന്ന്, ഫസ്റ്റ് പ്രൈസിന് മാത്രമേ കപ്പുള്ളൂ ഇതുള്ളൂ എന്ന് പറയണേ. കപ്പ് പോട്ടെ, കപ്പ് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം മേടിച്ചാണല്ലോ, അല്ലെങ്കിൽ 3 പ്രാവശ്യം അടുത്തടുത്ത് ഫൈനലിൽ വന്നല്ലോ. ഈ മെസ്സി ക്യാപ്റ്റൻസിയിൽ നിൽക്കുമ്പോൾ തന്നെ 3 പ്രാവശ്യം ഫൈനലിൽ വന്ന് കളിച്ചു. അപ്പം നിങ്ങളുടെ ക്യാപ്റ്റന്മാർക്കൊന്നും ഇത് കൊണ്ടുവരാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പം അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. പിന്നെ കളീനെ പറ്റി ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ഫിഫ വേൾഡ് കപ്പിൽ നമ്മൾ, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള വേൾഡ് കപ്പിലും ഈ 2026 വേൾഡ് കപ്പിലൊക്കെ നമ്മൾ ഈ കളിയിൽ പങ്കെടുക്കുന്നവർക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് പറയുമ്പോൾ, നമ്മൾ ഈ വർഷം ഈ 2026 നടന്ന കളിക്ക് വേണ്ടി ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തുകയാണ് ഇതിനു വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിച്ചത്. $871 മില്യൺ. ഏകദേശം നമ്മുടെ എത്ര കോടി രൂപയുണ്ടെന്ന് അറിയാമോ? 83.866 കോടി. അപ്പോൾ ഒറ്റ 10, 100, 1000, 10,000, 83,866 കോടി രൂപയുടെ ഇതാണ് സമ്മാനത്തുകയായിട്ട് വിതരണം ചെയ്യുന്നത്. അത് എല്ലാ ടീമുകൾക്കും കൊടുക്കുന്നേ. നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾ ഗ്രൂപ്പ് ലെവലിൽ പുറത്തു പോയാൽ നിങ്ങൾക്കൊക്കെ തരില്ല നിങ്ങൾ വിചാരിക്കണ്ട, അത് തരാം. അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്നിട്ടില്ല. ഫിഫ 2026 പ്രധാന സ്ഥാനങ്ങളിൽ വന്നിട്ടുണ്ടല്ല, വിന്നേഴ്സിന് കൊടുക്കുന്നത് $50 മില്യൺ കൊടുക്കണേ. അത് 4,814 കോടി രൂപയാണ്. അതുപോലെ 2ാം സ്ഥാനത്തിനുള്ളവന് ഉണ്ടെന്ന് ഞങ്ങൾ അർജന്റീന, ഞങ്ങൾക്ക് $33 മില്യൺ. മനസ്സിലാക്കണം നിങ്ങൾ. എൻ്റെ അടുത്ത് ഇന്നലെ 2ാം സ്ഥാനത്തിനൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന്മാർ മനസ്സിലാക്കണം. 33 മില്യൺ കിട്ടാണ്. ഏകദേശം എത്ര രൂപ ഉണ്ടെന്ന് അറിയാമോ? നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് അനുസരിച്ച് 3,177 കോടി രൂപയാണ് അർജന്റീന ടീമിന് കിട്ടുന്നത്. അതുപോലെ തന്നെ എല്ലാ ടീമുകൾക്കും കിട്ടുന്നത് 4ാം സ്ഥാനക്കാർക്ക് അല്ലെങ്കിൽ 3ാം സ്ഥാനക്കാർക്കൊക്കെ ഉണ്ട്. 3ാം സ്ഥാനക്കാർക്ക് കിട്ടുന്നത് $29 മില്യൺ. അത് 2,792 കോടി രൂപ. 4ാം സ്ഥാനക്കാർക്ക് കിട്ടുന്നത് $27 മില്യൺ. അത് 2,599 കോടി രൂപ. അതുപോലെ നിങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ കളിച്ചവർക്കുണ്ട് 19 മില്യൺ രൂപ ക്വാർട്ടർ ഫൈനലിൽ കളിച്ചവർക്കുണ്ടെന്ന്. അത് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ താഴെ ഏറ്റവും റൗണ്ടിൽ ചെയ്തവർക്കുണ്ട്. ആ റൗണ്ടിൽ 1,059 കോടിയൊക്കെ കിട്ടാണ്ട്. ഗ്രൂപ്പ് സ്റ്റേജിലുള്ളവർക്ക് 962 കോടി. ഇതൊന്നും അവരുടെ കയ്യിലേക്കല്ല കൊടുക്കണം കേട്ടോ. ഈ തുക ഫിഫ നമുക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാർക്കല്ല കൊടുക്കണത്. അത് ആ രാജ്യത്തിലെ ഫുട്ബോൾ അസോസിയേഷനാണ് കൊടുക്കണത്. അസോസിയേഷൻ ഉണ്ടെങ്കിൽ അസോസിയേഷൻ കൊടുക്കും. ഈ അസോസിയേഷൻ കൊടുത്തിട്ട് അസോസിയേഷൻ തീരുമാനിക്കാം അതിലെ സ്റ്റാഫുമാർക്കും അതിൻ്റെ കോച്ചിനും അല്ലെങ്കിൽ കളിക്കാർക്കും ഒക്കെ എത്ര രൂപ ബോണസ് വെച്ച് കൊടുക്കണമെന്ന് ഇവർക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ വിടുവായി പറഞ്ഞുകൊണ്ടിരിക്കാണ്ടേ, ഇതൊക്കെ മനസ്സിലാക്കുക. 2ാം സ്ഥാനക്കാർക്കും ഇതിനകത്ത് സ്ഥാനം ഉണ്ടെന്ന്. ഫിഫ റാങ്കിങ്ങിൽ ഇപ്പോൾ ഞങ്ങളെ 1ാമത് നിൽക്കണമല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ സ്ഥാനം മാറണമെങ്കിൽ കുറേ ഇതുണ്ട്. അതൊക്കെ വരട്ടെ, നിങ്ങളത് ചിന്തിക്കുക. അപ്പോൾ അതുപോലെ ഇതിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. അല്ലാതെ വെറുതെ പൊട്ടന്മാരുടെ മാതിരി നമ്മുടെ ഒരു ഫ്രണ്ട് പറയണ കേട്ടു, ഇത് പാട്ട് മത്സരം അല്ലാന്ന് സെക്കൻഡ് കിട്ടാൻ. ഇലക്ഷനിലൊക്കെ സെക്കൻഡ് ഇല്ലാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇത് ഈ മത്സരത്തിൽ സെക്കൻഡ് ഉണ്ടപ്പാ. അതൊന്ന് മനസ്സിലാക്കിട്ടാ. അല്ലാണ്ട് ചേട്ടന്മാരുടെ അടുത്ത് വെറുതെ കോലിട്ട് ഇളക്കാൻ പറയല്ലേ. ഇതെന്താന്നൊക്കെ പഠിച്ചിട്ട് വർത്താനം പറയാൻ പഠിക്കുക. അല്ലാണ്ട് വെറുതെ ഞങ്ങൾക്ക് 5 കപ്പുണ്ട്,
ആ കപ്പ് കണ്ടിട്ടില്ല എന്ന് ഇവരൊന്നും. കപ്പ് എടുക്കുന്നത്, ഇവരെ ടീം കപ്പ് എടുക്കുന്നത് ഇപ്പം എന്നെ വെല്ലുവിളിക്കുന്നവർ കണ്ടിട്ടില്ല. നമ്മുടെ കൂട്ടുകാരന്മാരായാലും ഫാമിലിയിലുള്ളവരായാലും ഇവരെ ടീം ബ്രസീൽ അല്ലെങ്കിൽ പോർച്ചുഗൽ ഇതുവരെ കപ്പെടുത്തുള്ളതെന്ന് എൻ്റെ ഒരു അറിവ്, എനിക്ക് ഓർമ്മയിട്ടില്ല. ബ്രസീൽ കപ്പെടുക്കുന്നത് കാണാത്തവരാണ് എന്നെ വെല്ലുവിളിക്കണേ 5 കപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല വെല്ലുവിളി വേണ്ടത്. ഞങ്ങൾ നേരിട്ട് കണ്ടേക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. പിന്നെ ഫൈനലിൽ ഞങ്ങളുടെ ടീം കളിച്ച ആവേശം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ജേഴ്സി ഇന്ന് വരെ ഇടാൻ പറ്റിയെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്കില്ല. നിങ്ങളുടെ ജേഴ്സി ഇപ്പോൾ പൊക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ചുമപ്പ കളറ് പോർച്ചുഗലിൻ്റെ കാണാം, സ്പെയിൻ്റെ കാണാം, പിന്നെ മഞ്ഞ കളറ് മറ്റേ ഇവരുടെ കാണാം, ബ്രസീലിൻ്റെ കാണാം, അങ്ങനെ പലതും കാണാം. ഞങ്ങളങ്ങനെയല്ല, ഒറ്റ ജേഴ്സി, ആ ജേഴ്സി അവസാനം വരെ മേത്ത് ഒട്ടി കിടക്കും. അല്ലാണ്ട് ഞങ്ങളുടെ ടീം തോറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ വേറെ ടീമിനെ പിടിക്കാൻ പോകില്ല. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന തുകയുടെ ഡീറ്റെയിൽസ്. അല്ലാതെ വെറുതെ കിടന്നുകൊണ്ട് നമ്മൾ വളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര കാശ് കിട്ടി, ഞാൻ പറഞ്ഞല്ലോ, അത്ര കോടി രൂപ ഞങ്ങൾ മേടിച്ചിട്ടാണ് പോണത്. അത് ഞങ്ങളുടെ ഫുട്ബോൾ അസോസിയേഷൻ കൊടുത്തിട്ട് ഞങ്ങളത് അഭിവൃദ്ധിപ്പെടുത്തി ഞങ്ങളത് ചെയ്തോളാന്ന്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ഉണ്ടോ, ആരും വൈരാഗ്യ ബുദ്ധിയോട് എടുക്കണ്ട. അപ്പോൾ അങ്കമാലിക്കാരൻ നമ്മുടെ അർജന്റീനയുടെ ഫാനായ ജിനോയ് ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു. ഫുട്ബോളിൻ്റെ വിശേഷങ്ങൾ ഈ ദിവസങ്ങളിൽ അവസാനിക്കുമല്ലോ, അപ്പോൾ 1-2 വീഡിയോ പിടിപിടിന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഇനിയും പറയാനുണ്ട് ഫുട്ബോളിനെ പറ്റി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.